ലാലേട്ടന് ഭയങ്കര മോശമായിട്ട് പറയുന്നുണ്ട്. അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കാരണം ലാലേട്ടൻ അത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴും ഒരു വിഭാഗം ഓഫ് ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഷോയിൽ കാണിക്കേണ്ടതല്ല, ലാലേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, കാരണം ഇത് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ്ഡ് ആവും എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നത് പിന്നെ എന്താ ചെയ്യേണ്ടത്? ലാലേട്ടൻ എന്താ അവിടെ തിരിച്ച് ലക്ഷ്മിയുടെ അടുത്ത് ലാലേട്ടൻ എന്താ മറുപടി പറയണ്ടത്? അവരെ കൊല്ലണോ, അങ്ങനെ ചോദിക്കണോ? അല്ല, അതിന്റെ ട്രോൾ കണ്ടിരുന്നു ലാലേട്ടന്റെ അഗെയിൻസ്റ്റ് തന്നെ വന്ന ട്രോൾ, അത് ഒരുപാട് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊരു നല്ലൊരു ഇന്റൻഷനോട് കൂടിയാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഈ ഒരു റിയാലിറ്റി ഷോ. ഇതിന്റെ സാധാരണ പോലത്തെ വെറും ഒരു ഗെയിം ഷോ അല്ല ഇത്. ഇതിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല, എത്രയോ ലാംഗ്വേജസിലുണ്ട്. ആൻഡ് എല്ലാ ലാംഗ്വേജിലും ഇവരിത് ചെയ്യാൻ തന്നെ കാരണം ഈക്വൽ റൈറ്റ്സ് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും, ആണോ പെണ്ണോ ജെൻഡറോ ഏതുമായിക്കോട്ടെ, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് വേണം. അത് നമ്മളിലേക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഷോയുടെ മെയിൻ ഇന്റൻഷൻ. അതിനുവേണ്ടി തന്നെയാണ് ഇവര് ഓരോ പ്രാവശ്യം കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ കമ്മ്യൂണിറ്റിന്നും ഓരോരുത്തരെ അവർ കൊണ്ടുവരുന്നത് തന്നെ.